സ്റ്റാർ സിംഗർ സീസൺ 10 വിജയകരമായ 50 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുന്നു. 50ാമത് എപ്പിസോഡിൽ കണ്ടസ്റ്റൻസിന് കിട്ടിയ മാർക്സ് എല്ലാം ഒന്ന് നോക്കാം. ചിത്രചേച്ചി ഇല്ലാത്ത എപ്പിസോഡാണിത്. ജഗദീഷ് ഏട്ടനാണ് ചീഫ് ജഡ്ജായി എത്തിയിട്ടുള്ളത്. റിട്രോ വേഴ്സസ് മെട്രോ റൗണ്ടിൽ ശനിയാഴ്ചത്തെ മത്സരം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആദ്യമായി പാടാനെത്തുന്നത് വിധുരാജാണ്. ഏതോ ഒരു മുഖം എന്ന ചിത്രത്തിലെ ഒരു മുഖം മാത്രം കണ്ണിൽ എന്ന് തുടങ്ങുന്ന ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ഗാനമാണ് വിധു അതിമനോഹരമായി ആലപിക്കുന്നത്. വിധുവിന് ലഭിച്ച മാർക്ക് 99.5 ആണ്. ഇതുകൂടാതെ വിധുവിൻ്റെ ആരാധികയായ വിനയ എന്ന പെൺകുട്ടി കൂടി ഒരു സമ്മാനം നൽകുന്നുണ്ട്. രണ്ടാമതായി പാടാനെത്തുന്നത് ഗുരുകുലത്തിൻ്റെ ഗായത്രിയാണ്. മഞ്ജു വാര്യരുടെ തിരിച്ചുവരവ് ചിത്രമായ ഹൗ ഓൾഡ് ആർ യുയിലെ വിജനതയിൽ പാതി വഴിയിൽ എന്ന് തുടങ്ങുന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഗായത്രി പാടുന്നത്. സുഖമില്ലാതിരുന്നിട്ട് പോലും ശ്രേയ ഘോഷൽ പാടിയ ഈ അതിസുന്ദര ഗാനം പാടി ഗായത്രിക്ക് ലഭിച്ചത് 99 മാർക്കാണ്. മികച്ച ഗാനമായിരുന്നു ഇത്. അടുത്തതായി പാടാനെത്തുന്നത് ഗുരുകുലത്തിൻ്റെ തന്നെ തീർത്ഥ സത്യനാണ്. ദം ലഗാക്കെ ഐലസ എന്ന് തുടങ്ങുന്ന ഹിന്ദി ചിത്രത്തിലെ മോഹ് മോഹ് കെ ആകെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് തീർത്ഥ പാടുന്നത്. വളരെ എഫർട്ട്ലെസ് ആയാണ് തീർത്ഥ ഈ ഗാനം അവതരിപ്പിച്ചത്. തീർത്ഥയുടെ കോൺഫിഡൻസ് എടുത്തു പറയാതെ വയ്യ. ഈ അതിമനോഹര ഗാനത്തിന് തീർത്ഥയ്ക്ക് ലഭിക്കുന്നത് ഗോൾഡൻ സ്റ്റാറാണ്. റീലോഡിങ്ങിന് ശേഷമുള്ള രണ്ടാമത്തെ 100 മാർക്കാണ് തീർത്ഥയ്ക്ക് ലഭിക്കുന്നത്. മൂന്നാമതായി പാടാനെത്തുന്നത് കോൺവെൻറ്റ് സ്കൂളിൻ്റെ ഗൗതം പ്രസാദാണ്. രാമു എന്ന പഴയകാല തമിഴ് ചിത്രത്തിലെ നിനവേ എന്നിടം എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനമാണ് ഗൗതം അവതരിപ്പിച്ചത്. ഓരോ ഗാനത്തിനും അതിൻ്റേതായ ഫീൽ കൊടുക്കാൻ ഗൗതത്തിനൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. സീസൺ 10ൽ വളരെയധികം ഇംപ്രൂവ്മെൻറ്റ് കാണിക്കുന്ന ഒരു ഗായകൻ കൂടിയാണ് ഗൗതം. മനോഹരമായി അവതരിപ്പിച്ച ഈ ഗാനത്തിന് 99.5 മാർക്ക് ലഭിച്ചു. ഗൗതമിൻ്റെ ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്യുകയുണ്ടായി. അടുത്തതായി പാടാനെത്തുന്നത് സ്വർണ KS ആണ്. അടിച്ചുപൊളി ഗാനങ്ങൾ തൻ്റെ തട്ടകമാണ് എന്ന് ഒന്നുകൂടെ തെളിയിക്കാനാണ് സ്വർണ എത്തിയിട്ടുള്ളത്. മുതൽവൻ എന്ന സൂപ്പർ ഡ്യൂപ്പർ തമിഴ് ചിത്രത്തിലെ AR റഹ്മാൻ സാറിൻ്റെ സംഗീതത്തിൽ പിറന്ന ശക്കലക്ക ബേബി എന്ന അടിച്ചുപൊളി ഗാനമാണ് സ്വർണ അവതരിപ്പിക്കുന്നത്. അടിപൊളി സ്റ്റേജ് പെർഫോമറായ സ്വർണയ്ക്ക് 99.5 മാർക്ക് ലഭിച്ചു. ഗുരുകുലത്തിന് ലഭിച്ച ടോട്ടൽ സ്കോർ 495.5 ആണ്. എന്നാൽ കോൺവെൻറ്റിനാവട്ടെ 497.5 മാർക്ക് ലഭിച്ചു. കോൺവെൻ്റ് ആണ് ഇത്തവണ ഗംഭീര വിജയം നേടിയിട്ടുള്ളത്. ഇന്നത്തെ ടോപ്പ് പെർഫോമർ തീർത്ഥയാണ്. പെർഫോമർ ഓഫ് ദ വീക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് തീർത്ഥയെയും വൈശാഖനെയുമാണ്. 2 പേർക്കും 100 മാർക്ക് വീതം ലഭിച്ചിരുന്നു. ടീം കോൺവെൻറ്റ് സ്കൂളിൻ്റെ വമ്പിച്ച ആഹ്ലാദ പ്രകടനം ഉണ്ടായി. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.